ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനെയും മഞ്ജുവിനെയും സാഗറിനെയും കൂട്ടിക്കൊണ്ട് കമലേശ്വരത്ത് എത്തുന്നതും അതിനെ ചോദ്യം ചെയ്യുന്ന ദുർഗയ്ക്കും മുണ്ടിക്കും ചുട്ട മറുപടി തന്നെ കണ്ണനും മഞ്ജുവും നൽകുന്നുണ്ട്. ഇതറിയുന്ന കരുണയാണെങ്കിൽ സമനില തെറ്റിയതുപോലെ ആവുന്നു. കല്യാണത്തിന് ശേഷം എൻ്റെ ജീവിതം തകർന്നു പോയെന്നും ഇപ്പോൾ ലക്ഷ്മിയുടെ വെറും നിഴൽ മാത്രമാണ് ഞാൻ. അച്ഛനാണെങ്കിലും ലക്ഷ്മിയെ പേടിയാണ്. കഴിവില്ലാത്ത ഭർത്താവിനും ധൈര്യമില്ലാത്ത അച്ഛനും ഇടയിൽ കിടന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് പ്രതാപനും മുത്തശ്ശിയും തളർന്നു പോന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ വാമനെ ചെന്ന് കാണുന്നു. തൻ്റെ മകളുടെ കണ്ണീരൊപ്പണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മേഘൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല. വിശ്വനാഥനോടൊപ്പം കണ്ണനും അങ്ങ് പോയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. തൻ്റെ ലോറി വിശ്വനാഥനെ പോലെ പലരുടെയും ജീവൻ എടുത്തിട്ടുണ്ടല്ലോ എന്നെല്ലാം വാമൻ ചോദിക്കുമ്പോൾ അതൊക്കെ വർഷങ്ങൾക്ക് മുൻപല്ലേ, ഇപ്പോൾ 10-12 വർഷമായിട്ട് ആ ലോറിക്ക് പണിയൊന്നുമില്ല. മാത്രമല്ല നമ്മൾ ഒരിക്കൽ അതിന് ശ്രമിച്ചതുമാണ്. അന്ന് പക്ഷേ ആക്സിഡൻ്റ് ഉണ്ടായത് മേഘനല്ലേ എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അന്ന് താനായിരുന്നില്ല ഡ്രൈവർ. ഇത്തവണ പക്ഷേ താൻ വളയം പിടിക്കണം. കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ കാറിലേക്ക് ലോറി ഇടിപ്പിച്ച് കയറ്റണം എന്നെല്ലാം വാമൻ പറയുമ്പോൾ പ്രതാപനും ആ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. എന്നിട്ട് ആ കൊലയാളി ലോറിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന പ്രതാപനാണെങ്കിൽ മോളുടെ ഏതാഗ്രഹവും സാധിച്ചു തന്നിരുന്ന അച്ഛൻ മോളുടെ ഈ ആഗ്രഹവും സാധിച്ചു തന്നിരിക്കും. മോളുടെ കണ്ണീരിന് മുൻപിൽ അച്ഛനാകെ തളർന്നു പോവുകയാണെന്നും ഇത്തവണ അച്ഛൻ ആർക്കും കൊട്ടേഷനൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ തന്നെയാണ് ആ കർമ്മം നേരിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാണ് പ്രതാപായി പറയുന്നത് മുത്തശ്ശി ചോദിക്കുന്നതും അതേ അമ്മേ, വർഷങ്ങൾക്ക് മുൻപ് വിശ്വനാഥൻ്റെ ജീവനെടുത്ത ലോറി അവൻ എന്നെ ചതിക്കില്ല. അന്ന് കണ്ണൻ്റെ ജീവൻ പോകാതെ അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തു. പക്ഷേ ഇത്തവണ അതുണ്ടാവില്ല. അവൻ്റെ വളയം ഞാൻ തന്നെയാണ് പിടിക്കാൻ പോകുന്നത്. ഇനി കണ്ണന് ലക്ഷ്മിയില്ല, അത് മോൾ എഴുതി വെച്ചോ. അവരുടെ വെള്ള പൊതിപ്പിച്ച് ശരീരം കാണാനായിട്ട് മോള് കാത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അകത്തേക്ക് ചെല്ലുന്നു. ശേഷം ഇത്തവണ പ്രതാപൻ രണ്ടും കൽപ്പിച്ചാണ് മോളെ. അവൻ നേരിട്ടാണ് കണ്ണനെയും ലക്ഷ്മിയെയും ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നത്. മോളുടെ വിഷമം അവനെ അത്രത്തോളം തളർത്തിയിട്ടുണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അതിനു മുൻപ് എനിക്ക് അവളെ ഒന്ന് കാണണം, ലക്ഷ്മിയെ. അവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കണം. അവളോട് എനിക്ക് ഒരു ദേഷ്യമോ വെറുപ്പോ ഇല്ലെന്ന് അവൾക്ക് തോന്നണം. അങ്ങനെ സമാധാനിച്ച് അവൾ ഈ ലോകത്ത് നിന്ന് പോയിക്കോട്ടെ എന്നെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞ് ഗൂഢമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ കരുണ. അങ്ങനെ പിറ്റേന്ന് തന്നെ കരുണ മഹിയെ കാണാനായിട്ട് ചെല്ലുന്നു. അപ്രതീക്ഷിതമായിട്ട് കരുണയെ കണ്ട് ലേഖ ശരിക്കും വല്ലാതാവുന്നുണ്ട്. തുടർന്ന് നീ എന്തിനാ വീണ്ടും വന്നത്? നീയൊക്കെ കാരണം സ്വന്തം വീട്ടിൽ കണ്ണേട്ടനോടൊപ്പം നിൽക്കാൻ കഴിയാതെയാണ് മഹി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെയും നീ മഹിക്ക് സമാധാനം കൊടുക്കില്ലേ എന്ന് ലേഖ ചോദിക്കുമ്പോൾ അയ്യോ ലേഖാച്ചി, ഞാൻ ലക്ഷ്മിയെ കണ്ട് എല്ലാത്തിനും സോറി പറയാനാണ് വന്നത്. എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ കരുണയെ കാണുന്ന മഹിയാണെങ്കിലും ഒന്ന് ഞെട്ടുന്നുണ്ട്. തുടർന്ന് നമ്മുടെ അച്ഛന്മാർ രണ്ടാണെങ്കിലും നമ്മൾ ഒരേ വയറ്റിലല്ലേ പിളർന്നത്. എൻ്റെ എല്ലാ തെറ്റുകളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ലക്ഷ്മിയോട് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. എല്ലാം മനസ്സിരുത്തി ആലോചിച്ചപ്പോഴാണ് എനിക്കതൊക്കെ ബോധ്യമായതെന്ന് പറയുമ്പോൾ നീ എപ്പോഴൊക്കെ എന്നോട് ഇതുപോലെ സ്നേഹം കാണിച്ചിട്ടുണ്ടോ അന്നൊക്കെ അതിന് പുറകിൽ ഒരു ചതിയുണ്ടായിരുന്നു. ഇത്തവണയും എന്ത് ചതിയാണ് നീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? കണ്ണേട്ടനെയും എന്നെയും അപായപ്പെടുത്താൻ എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ എങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഈ പറയുന്നതെല്ലാം 100% ആത്മാർത്ഥതയോടെയാണ്. സ്വന്തം കുഞ്ഞ് പോയപ്പോൾ എനിക്ക് വല്ലാതെ തന്നെ സമനില തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. നിനക്കത് വൈകാതെ മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കുന്നുണ്ട് കരുണ. അപ്പോൾ മഹി പറയുന്നുണ്ട്, നീ പറഞ്ഞതെല്ലാം നിൻ്റെ ഹൃദയത്തിൽ തൊട്ടാണെങ്കിൽ നിനക്ക് തന്നെ നല്ലത്. ഇനി കണ്ണേട്ടനെയോ എന്നെയോ അപായപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു ചതി മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് നീ പറഞ്ഞതെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഇനിയും നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരും അനുഭവിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മഹി കരുണയോട്. പിന്നീട് കരുണ കമലേശ്വരത്ത് തിരികെ എത്തുന്നു. എന്നിട്ട് പ്രതാപൻ്റെ പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ നിൻ്റെ അച്ഛൻ ഇതുപോലെ എന്തൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു, എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ ഇത്തവണ അങ്ങനെയൊന്നുമല്ല, അച്ഛൻ്റെ ആയുധമാണ് ലോറി. ആ ലോറി ഇതുവരെ അച്ഛനെ ചലിച്ചിട്ടില്ല. മാത്രമല്ല അച്ഛൻ തന്നെ നേരിട്ടാണ് ഇത്തവണ വളയം പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ലക്ഷ്മിയുടെയും കണ്ണൻ്റെയും വെള്ള പുതപ്പിച്ച ശരീരമായിരിക്കും ആംബുലൻസിൽ ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. കണ്ണനും ലക്ഷ്മിയും ഒരുമിച്ച് പുറത്തു പോകുന്ന ദിവസമാണ് അച്ഛനത് നടപ്പിലാക്കാൻ പോകുന്നത്. നമ്മളത് കൃത്യമായിട്ട് അച്ഛനെ അറിയിച്ചു കൊടുക്കണമെന്നും കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ കാത്തിരുന്ന് ആ ഒരു ദിവസം എത്തുന്നു. കണ്ണൻ മഹാലക്ഷ്മിയും കൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. വളകാപ്പിന് വേണ്ട പർച്ചേസിനും മാത്രമല്ല പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. കാരണം ഇത്രയും നാൾ എല്ലാവരെയും പേടിച്ചുകൊണ്ടാണ് മഹിയെയും കുട്ടി കണ്ണൻ പുറത്തു പോയിരുന്നത്.
കാരണം അവർ തമ്മിൽ വേർപിരിഞ്ഞു. അവരൊരു നാടകമാണല്ലോ കളിച്ചിരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ കാണുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് അവർ പുറത്തൊക്കെ പോയിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, എല്ലാവർക്കും സത്യം അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വീർപ്പുമുട്ടലൊന്നുമില്ലാതെ തന്നെയാണ് മഹിയെയും കൊണ്ട് കണ്ണൻ യാത്ര പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടെ പുറത്തു പോകാനായിട്ട് തുടങ്ങുകയാണ്. ഉണ്ണിയും കരുണയാണെങ്കിൽ അവർ പോകുന്നതെല്ലാം ഗൂഢമായിട്ട് ചിരിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന മഹി, കരുണയും ഉണ്ണിയും നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണല്ലോ കണ്ണേട്ട എന്ന് പറയുമ്പോൾ, നമുക്കെതിരെ ഇനി ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും സുമേഷ് ഏട്ടാ ഒന്ന് സൂക്ഷിക്കണമെന്ന് കണ്ണൻ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയതിന് ശേഷം ഇത് അവരുടെ അവസാനത്തെ യാത്രയാണെന്നും ഇനി വെള്ള പുതിപ്പിച്ച് രണ്ടുപേരുടെയും ശരീരമായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അത് കാണാനാണ് ഞാൻ തിരിച്ചു വന്നത്. എന്തായാലും ഇത് അച്ഛനെ ഉടനെ തന്നെ അറിയിക്കണമെന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. അങ്ങനെ കരുണയുടെ വല്ലാത്തൊരു ആത്മവിശ്വാസം കാണുമ്പോൾ ഉണ്ണിയാണെങ്കിലും പ്രതാപൻ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ്. അതുകൊണ്ട് തന്നെ കണ്ണനും ലക്ഷ്മിയും തിരിച്ചു വരില്ല എന്ന് തന്നെ ഉണ്ണി ഉറപ്പിക്കുന്നു. കണ്ണനും ലക്ഷ്മിയും ഇല്ലാതായാൽ കമലേശ്വരം തറവാടിൻ്റെയും ബിസിനസ്സിൻ്റെയും ഒക്കെ അടുത്ത അവകാശി എല്ലാം തനിക്കാണ് വന്നു ചേരുന്നത്, സ്വത്തുക്കളെല്ലാം. അത് മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് ഉണ്ണി. തുടർന്ന് അതെല്ലാം മനസ്സിലിട്ടുകൊണ്ട് സാഗറിനെ അപമാനിച്ച് സംസാരിക്കുന്നു. ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ പോലും കയറാൻ യോഗ്യതയില്ലാത്ത നീ ഇപ്പോൾ ഇവിടുത്തെ പട്ടുമെത്തയിൽ കിടക്കുന്നു. നിന്റെ ബുദ്ധി ഏതായാലും കൊള്ളാം. കണ്ണേട്ടിനെ സോപ്പിട്ട് നീ എല്ലാം നേടിയെടുത്തല്ലോ എന്നെല്ലാം പറയുമ്പോൾ മഞ്ജു വന്നിട്ട് നല്ല മറുപടി തന്നെ ഉണ്ണിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം കരുണയും ദുർഗയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഉണ്ണി പറഞ്ഞതിൽ എന്താ തെറ്റ്? ലക്ഷ്മിയും ഇവനും തമ്മിൽ ഇപ്പോഴും വഴിവിട്ട ബന്ധം കാണും. അത് മറയ്ക്കാൻ വേണ്ടിയായിരിക്കും അവൻ ഇങ്ങനെ കണ്ണനെ മയക്കി കൂടെ നടക്കുന്നതെന്ന് ദുർഗ പറയുമ്പോൾ ഉണ്ണിയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറയുമ്പോൾ സാഗറിനാണെങ്കിൽ അതെല്ലാം കേട്ട് സഹിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ സകല നിയന്ത്രണവും വിട്ട് പോകുന്നുണ്ട് കേട്ടോ സാഗറിന്. തുടർന്ന് ഉണ്ണിയാണെങ്കിൽ സാഗറിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോൾ സാഗറും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഉണ്ണിയുടെ കൈ തടഞ്ഞു പിടിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനും ലക്ഷ്മിയും വരുന്ന കാര്യമെല്ലാം കരുണ പ്രതാപനെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കാറിലേക്ക് ലോറി ഇടിപ്പിച്ച് കയറ്റാനായിട്ട് കാത്തിരുന്ന പ്രതാപനെ ഞെട്ടിച്ചുകൊണ്ട് വിശ്വനാഥൻ്റെ ആത്മാവ് തന്നെ അയാളുടെ മുൻപിലേക്ക് വരികയും അതോടുകൂടി തന്നെ അയാൾക്ക് ലോറിയുടെ നിയന്ത്രണം വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും ഇല്ലാതാക്കാൻ ശ്രമിച്ച് പ്രതാപന് തന്നെയാണ് വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കുന്നത്. മാത്രമല്ല ആ ലോറി കണ്ണൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതോടുകൂടി തന്നെ വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ലോറി ആ ലോറിയാണെന്ന് കണ്ണൻ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്